ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, പ്രണയത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് രഹസ്യങ്ങളാണ്. ഓൾറെഡി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ചെയ്യുന്നത് എന്തിനാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോറിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്തും ഒരുപാട് അങ്ങോട്ട് വലുതായി പോകും. അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്ത് മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് പ്രണയം, അല്ലേ? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രണയബന്ധം 100% വിജയം തന്നെയാണ്. ഇനി ചിലരുടെ ഡൗട്ടാണ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊക്കെ ഈ കാലത്ത് ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ. തൻ്റെ പാർട്ട്ണറിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പ്രണയത്തിൻ്റെ അധികം ആർക്കും അറിയാത്ത ഒരു 5 രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രണയത്തിൻ്റെ ആ സുന്ദരമായ ഓർമ്മകൾ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയ വേദനകൾ ആർക്കും തന്നെ സുഖപ്പെടുത്താനും കഴിയില്ല. അതായത് നിങ്ങൾ പ്രേമിച്ച് നടന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു പ്ലഷറും കാര്യങ്ങളൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ. അങ്ങനെ സ്നേഹിച്ച് നടന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സുഖം, അതായത് നിങ്ങളുടെ മനസ്സിന് കിട്ടിയ, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സന്തോഷം, ആ ഒരു സുഖവും, അതൊന്നും ആർക്കും ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇല്ലാതെ ആക്കി കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് ആയി, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് നല്ല ദേഷ്യത്തിൽ നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റം നിങ്ങൾ ചെയ്തു എന്നും പറഞ്ഞിട്ട് നിങ്ങളോട് വഴക്കുണ്ടാക്കി. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഒരു വേദന ഉണ്ടാക്കി അവർ. ആ ഒരു വേദന ആർക്കും ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങൾ ചെയ്യാത്ത ഒരു കുറ്റം നിങ്ങളാണ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് കുറേ അധികം ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളോട് വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ആ ഒരു സമയത്തെ അവരുടെ ഒരു ദേഷ്യപ്പെടലും ഒക്കെ കാരണം നിങ്ങളുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വേദനിച്ചു. എന്നാൽ കേവലം പിന്നീട് ഒരു സോറിക്കോ അല്ലെങ്കിൽ ഒരു മാപ്പ് പറച്ചിലൂടെയോ അത് ഇല്ലാതാക്കാൻ പറ്റില്ല. എന്നും ആ ഒരു വേദന അവരുടെ മനസ്സിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാളെ കാണുമ്പോൾ ഒരു അട്രാക്ഷനൊക്കെ തോന്നി. അത് ഏകദേശം ഒരു 3 മാസത്തിൽ കൂടുതൽ വീണ്ടും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിയെ പ്രണയിക്കാൻ തുടങ്ങി എന്നതാണ്. അതായത് നിങ്ങൾ ആദ്യമായിട്ടൊരു കുട്ടീനെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് തോന്നി, ഇവള് കൊള്ളാമല്ലോ, അല്ലെങ്കിൽ ഇവൻ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിക്കുകയാണ്, കൊള്ളാം, നല്ല രസമുണ്ട്. എന്നിട്ട് ആ ഒരു തോട്ട് തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കുകയാണ്. ഓരോ തവണ ആ കുട്ടിയെ കാണുമ്പോഴും നിങ്ങൾ വിചാരിക്കുകയാണ്, ഇവർ കൊള്ളാം, ഇവൻ കൊള്ളാം, ഇവള് കൊള്ളാം. ആ ഒരു തോട്ട് 3 മാസത്തിൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. അതായത് 3 മാസം കഴിഞ്ഞിട്ടും ഈ ഒരു സെയിം തോട്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ നിങ്ങൾ ആ ഒരു കുട്ടീനെ പ്രേമിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഡെയിലി പോകുന്ന വഴിക്ക് ഒരു കുട്ടിയെ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഈ കുട്ടി കൊള്ളാം. അങ്ങനെ നിങ്ങൾ ഡെയിലി പോകുമ്പോഴൊക്കെ ഈ ഒരു കുട്ടീനെ തന്നെ കാണുകയാണ്. അപ്പോഴൊക്കെ നിങ്ങളുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയിലേക്ക് തന്നെയാണ്. ആ കുട്ടിയുടെ കൂടെ വേറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ കൂട്ടത്തിൽ ആ ഒരു കുട്ടീനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ കുട്ടിയോട് ഒരു പ്രണയമുണ്ട് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനുകരണം. അതായത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. നമ്മൾ എപ്പോഴും ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കുട്ടിയെ നിങ്ങളായിട്ട് ഇങ്ങനെ അനുകരിക്കുകയാണ്. അതായത് ഇപ്പോൾ അവൾ സംസാരിക്കുന്ന സ്റ്റൈലിൽ സംസാരിക്കുക, അവൾ ചിരിക്കുന്ന പോലെ ചിരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ നടക്കുന്ന രീതിയിൽ നിങ്ങളൊക്കെ നടന്നിങ്ങനെ കാണിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിയോട് നിങ്ങൾക്കൊരു പ്രണയം ഉണ്ട് എന്ന് തന്നെയാണ്. ആദ്യം ചിലപ്പോൾ തമാശയ്ക്കൊക്കെ ചെയ്തു തുടങ്ങുന്നതായിരിക്കും, പിന്നെ അതങ്ങോട്ട് സീരിയസ് ആകുകയാണ്. എപ്പോഴും ആ ഒരു കുട്ടീനെ നിങ്ങളങ്ങോട്ട് അനുകരിക്കുകയാണ്, അത് നിങ്ങൾ പോലും അറിയാതെ. അങ്ങനെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ കുട്ടിയോടുള്ള പ്രണയം കൊണ്ട് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒരു കുട്ടീനെ കുറിച്ച് തന്നെ നല്ലത് പറയുകയാണ്. അതായത്
ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് നിങ്ങൾ പറയാണ്, അവൾ നല്ലൊരു കുട്ടിയാടാ, അവളുടെ മുടി കാണാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ അവളുടെ സംസാരം നല്ല രസമാണ് കേൾക്കാൻ, അവളുടെ മനസ്സ് നല്ലതാണ്, അവൾ ആരുടെ കുറ്റമൊന്നും പറയത്തില്ല. ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ഒരു കുട്ടിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണ്. നിങ്ങൾ സംസാരിക്കുന്ന സ്റ്റൈലിൽ അങ്ങോട്ട് പറഞ്ഞു പോകുകയാണ്. അതായത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ഇങ്ങോട്ട് പറഞ്ഞു പോകുകയാണ്. ഒരു കുട്ടീനെ കുറിച്ച് എപ്പോഴും നല്ലത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ നിങ്ങളുടെ ചേട്ടനോടോ ചേച്ചിയോടോ അങ്ങനെ ആരോടെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ ഒരു കുട്ടിയെക്കുറിച്ച് എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കുട്ടീനെ പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളവർക്കും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും പിന്നെ ഇങ്ങനത്തെ പ്രണയത്തിനെ കുറിച്ചിട്ട് രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. എല്ലാവരും അറിയട്ടെ ഈ പ്രണയത്തിൻ്റെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, വേറെയൊന്നുമല്ല, നമ്മുടെ ബോയ്സ് ആൺകുട്ടികളുടെ നേരെ നോക്കി ചിരിച്ചു കാണിക്കുമ്പോൾ അവർ ഹാപ്പിയാകും. എന്നിട്ട് അവർ പിന്നെ എപ്പോൾ ഗേൾസിനെ കണ്ടാലും അവരെ നോക്കും എന്നുള്ളൊരു ചിന്ത ഒട്ടുമിക്ക ഗേൾസിനും ഉണ്ട്. അതായത് ഒരു ആൺകുട്ടീനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കും, പിന്നെ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ആ ഒരു ആൺകുട്ടി ആ ഒരു ഗേളിനെ ആ ഒരു പെൺകുട്ടീനെ നോക്കും എന്നുള്ള ഒരു വിശ്വാസം ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 5 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.